Good morning students, welcome to this video. Household appliances next topic എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കർ ആണ്. നമ്മൾ സ്റ്റൗ ഉപയോഗിച്ച് ഒരു കുക്കിംഗ് വെസൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ നിന്നുള്ള തെർമൽ കണ്ടക്ഷൻ മൂലമാണ് ആ വെസൽ ഹീറ്റ് ആവുന്നത്. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ ഒരു കുക്കിംഗ് വെസലിനെ ഹീറ്റ് ചെയ്യുന്നത് തെർമൽ കണ്ടക്ഷൻ വഴിയാണ്. ഇൻഡക്ഷൻ കുക്കർ ഹീറ്റ്സ് എ കുക്കിംഗ് വെസൽ ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു കുക്കിംഗ് വെസലിനെ ഹീറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു സ്റ്റൗ ഉപയോഗിച്ച് ഒരു കുക്കിംഗ് വെസലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ നിന്നുള്ള തെർമൽ കണ്ടക്ഷൻ മൂലമാണ് അത് ഹീറ്റ് ആവുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദിസ് ഇൻഡക്ഷൻ കുക്കർ ഇറ്റ് ഹീറ്റ്സ് എ കുക്കിംഗ് വെസൽ ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഒരു കുക്കിംഗ് വെസലിനെ ഹീറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ പാത്രം ചൂടാക്കുമ്പോൾ ഫ്ലെയിമിൽ നിന്നുള്ള തെർമൽ കണ്ടക്ഷൻ വഴിയാണ് അത് ഹീറ്റ് ആവുന്നത്. പക്ഷെ ഇൻഡക്ഷൻ കുക്കറിന്റെ കേസിൽ ഫ്ലെയിം ഒന്നുമില്ല. അങ്ങനെ അവിടെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഇൻഡക്ഷൻ കുക്കർ ഒരു കുക്കിംഗ് വെസലിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ ഒരു ചെറിയ റെപ്രസെന്റേഷൻ ഇൻഡക്ഷൻ കുക്കറിന്റെ. നമുക്ക് കുക്കിംഗ് വെസല് വെക്കാൻ വേണ്ടി ഒരു കുക്കിംഗ് സോൺ കാണും. ഓക്കെ, കുക്ക് ചെയ്യാനുള്ള വെസൽ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു കുക്കിംഗ് സോൺ കാണും. നമ്മൾ ഈ കുക്കിംഗ് സോണിന് വെളിയിൽ ഈ കുക്കിംഗ് വെസൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആവില്ല. ഓക്കെ, നമ്മള് ആ കുക്ക് ചെയ്യാനുള്ള കുക്കിംഗ് വെസല് ഈ കുക്കിംഗ് സോണിന് വെളിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആവത്തില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ കുക്കിംഗ് സോണിൽ ആ വെസൽ വെച്ചാൽ മാത്രമേ അത് ഹീറ്റ് ആവത്തുള്ളൂ. ഇനി അതിന് താഴെ കുറെ ബട്ടൺ ഉണ്ട്, പവർ ഓൺ ഓഫ്. ഓക്കെ, പവർ ഓണും ഓഫും ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണും. ടൈമർ കാണും, എത്ര മിനിറ്റ് ആണ് ഹീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി ടൈമർ ഉണ്ട്. പിന്നെ ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ഉണ്ട്. ഇത് കൂടാതെ വേറെ കുറെ ബട്ടൺസ് അതിനകത്തുണ്ട്, ഡീപ് ഫ്രൈ, മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെയുള്ള ബട്ടൺസ് കാണും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ വെസൽ പ്ലേസ് ചെയ്യാൻ. കുക്കിംഗ് സോണിന് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആവത്തില്ല. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുക്കിംഗ് സോണിന് മാർക്ക് ചെയ്ത പോർഷൻ അടിയിൽ ഒരു കോപ്പർ കോയിൽ കാണും. ഓക്കെ, ദർ ഇസ് എ കോപ്പർ കോയിൽ ഓഫ് വയർ പ്ലേസ്ഡ് ബിനീത്ത് ദിസ് കുക്കിംഗ് സോൺ. അപ്പോൾ ഇൻ ആൻ ഇൻഡക്ഷൻ കുക്കർ a coil of copper wire is placed under cooking pot. നമ്മൾ സാധാരണഗതിയിൽ ഈ കുക്കിംഗ് പോട്ട് വെക്കുന്നത്, കുക്കിംഗ് വെസൽ വെക്കുന്നത് ഈ കുക്കിംഗ് സോണിലാണ്. അപ്പോൾ അതിനടിയിൽ ഒരു കോപ്പർ കോയിൽ കാണും. ഓക്കെ, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ആ കോപ്പർ കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇൻ ആൻ ഇൻഡക്ഷൻ കുക്കർ എ കോയിൽ ഓഫ് കോപ്പർ വയർ ഈസ് പ്ലേസ്ഡ് അണ്ടർ കുക്കിംഗ് പോട്ട്. നമ്മൾ ഈ കുക്കിംഗ് വെസൽ വെക്കുന്നത് ഈ കുക്കിംഗ് സോണിലാണ്. അതിനടിയിൽ ഒരു കോപ്പർ കോയിൽ കാണും. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ആ കോപ്പർ കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഈ കോപ്പർ കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആ കോയിലിന് ചുറ്റും ഒരു ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. Okay, when you turn on the power, an alternating current flows through the coil. നമ്മൾ സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കോയിൽ വഴി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. കോയിലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കിംഗ് സോൺ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്യുന്ന അടിയിലായിരിക്കും. അപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ an alternating current flows through the coil produces an invisible, നമുക്ക് കാണാൻ കഴിയാത്ത ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. കോയിലിന് ചുറ്റും ഒരു ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ആ കോപ്പർ കോയിൽ വഴി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകും. അത് ആ കോയിലിന് ചുറ്റും ഒരു ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ചില്ലെങ്കിൽ, ഒരു കുക്കിംഗ് വെസൽ വെച്ചില്ലെങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, unless there is a pan on the cooking zone, no heat is produced. the cooking zone remains cold.
നമ്മളവിടെ ഒരു പാൻ വെച്ചിട്ടില്ല എങ്കിൽ, ഒരു കുക്കിംഗ് വെസൽ വെച്ചിട്ടില്ല എങ്കിൽ, ഒരു പാത്രം വെച്ചിട്ടില്ല എങ്കിൽ അവിടെ ചൂട് വരത്തില്ല. ഓക്കെ, അത് കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും. കുക്കിംഗ് സ്റ്റോൺ കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, unless there is a pan on the cooking stone, no heat is produced. അവിടെ കുക്കിംഗ് വെസൽ ഈ കുക്കിംഗ് സ്റ്റോണിൽ വെച്ചില്ല എങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ആ കുക്കിംഗ് സ്റ്റോൺ കോൾഡ് ആയിട്ടിരിക്കും. ഓക്കെ, നമ്മളവിടെ തൊട്ട് നോക്കിയാൽ അവിടെ ചൂട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അവിടെ പാൻ വെച്ചില്ല എങ്കിൽ, കുക്കിംഗ് സ്റ്റോണിൽ പാൻ വെച്ചില്ല എങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ആ കുക്കിംഗ് സ്റ്റോൺ കോൾഡ് ആയിട്ടിരിക്കും. ഇനി നമ്മള് ഈ കുക്കിംഗ് സ്റ്റോൺ പാനിലേക്ക് വെക്കുമ്പോൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ആ കുക്കിംഗ് വെസലിലെ അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു. നമ്മളൊരു കുക്കിംഗ് വെസൽ വെക്കുമ്പോൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ആ കുക്കിംഗ് വെസലിലെ അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. ഓക്കെ, place a pan on the cooking stone. The magnetic field produced by the coil penetrates the iron inside it. Okay, അപ്പോൾ നമ്മളൊരു പാൻ പ്ലേസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പോട്ട് പ്ലേസ് ചെയ്താൽ, അല്ലെങ്കിൽ കുക്കിംഗ് വെസല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. നമ്മളൊരു പോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ വെസലിനകത്ത് ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ആ പാത്രത്തെ അല്ലെങ്കിൽ ആ വെസലിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മള് ഒരു കുക്കിംഗ് വെസൽ വെക്കുമ്പോൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു. അത് ആ വെസലിനകത്ത് എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ട് മൂലം ആ വെസൽ ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റായ വെസലിൽ നിന്ന് കണ്ടക്ഷൻ വഴി അതിനകത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കോ ഫുഡിലേക്കോ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. പ്ലേസ് എ പാൻ ഓൺ ദ കുക്കിംഗ് സ്റ്റോൺ. നമ്മളൊരു കുക്കിംഗ് സ്റ്റോണിൽ ഒരു പാൻ വെക്കുമ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ പെനട്രേറ്റ്സ് ദ അയൺ ഇൻസൈഡ് ഇറ്റ്. നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തോ ചെയ്യും? ഇറ്റ് ഇൻഡ്യൂസസ്, ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് എഡ്ഡി കറന്റ് ഇൻസൈഡ് ദ പാൻ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. അത് ആ പാനിനകത്ത് എഡ്ഡി കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ എഡ്ഡി കറണ്ട് പാനിനെ എന്തോ ചെയ്യും? ഹീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആ ഹീറ്റായ പാനിൽ നിന്ന് കണ്ടക്ഷൻ മൂലം ആ പാനിനകത്തിരിക്കുന്ന വെള്ളത്തിലേക്കോ ഫുഡിലേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ വെള്ളവും അതിനകത്തിരിക്കുന്ന ഫുഡ് എന്തോ ചെയ്യും? ഹീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ്. നിങ്ങൾ ഓർക്കേണ്ട വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. നമ്മള് സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഈ കുക്കിംഗ് സ്റ്റോൺ അടിയിലുള്ള ഹീറ്റർ കോയിലിൽ കൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യും. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിന് ചുറ്റും ഒരു ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മളൊരു കുക്കിംഗ് വെസൽ വെക്കുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ വെസലിനകത്ത് എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ട് ആ വെസലിനെ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് കണ്ടക്ഷൻ വഴി ആ വെസലിനകത്തിരിക്കുന്ന വെള്ളത്തിലേക്കോ ഫുഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ അത് ഹീറ്റ് ആവും. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഈ കുക്കിംഗ് സ്റ്റോണിന് അടിയിലുള്ള ഹീറ്റർ കോയിലിൽ കൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അതൊരു ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളൊരു വെസല് വെക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് അയണിലേക്ക് പെനട്രേറ്റ് ചെയ്യും. അതായത്
ആ വെസലിലേക്ക് ഒരു എഡ്ഡി കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ആ വെസലിനെ ഹീറ്റ് ചെയ്യും. ഇനി വെസൽ ഹീറ്റായി കഴിഞ്ഞാൽ ആ വെസലിൽ നിന്ന് ഹീറ്റ് കണ്ടക്ഷൻ വഴി വെസലിനകത്തുള്ള ഫുഡിലേക്കോ വാട്ടറിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ വർക്കിംഗ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇൻഡക്ഷൻ കുക്കറിന്റെ വർക്കിംഗ്.